പറയുന്നത് മക്തൂബ് നിഗാരി, കത്തെഴുത്ത് കലയെ പറ്റിയാണ് പറയുന്നത്. മക്തൂബ് നിഗാരി ഏക്ക് ഫന്നെ, കത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായൊരു കല തന്നെയാണ്. दुनिया के बख्तर मकतूब निगारों ने अपने खतूत में ذاتی और शख्सी गम खुशी के वाक़यात को अपने मखसूस लब्बो लहज में बयान किया है. പ്രശസ്തരായ ഈ ലോകത്തുള്ള പ്രശസ്തരായ കത്തെഴുത്തുകാർ അവരൊക്കെയും കത്തെഴുതിയിരുന്നത് സ്വന്തം പേഴ്സണലായിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങളിൽ വരുന്ന ഗമ്മ് എന്ന് പറഞ്ഞാൽ സങ്കടം, ഖുശി എന്ന് പറഞ്ഞാൽ സന്തോഷം, അവരുടെ ജീവിതത്തിൽ വരുന്ന സങ്കടവും സന്തോഷവുമായ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ അവർ പ്രത്യേകമായ അവരുടെ രീതികളിലും ശൈലികളിലുമായിട്ട് അവരെന്ത് ചെയ്യുന്നത് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഖുതൂത്ത് ഉമൂമൻ ദാത്തി അർസേ ലിഖേ ജാത്തെ ഹൈ, കത്തുകൾ സാധാരണഗതിയിൽ എഴുതപ്പെടുന്നത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സാധാരണഗതിയിൽ കത്തുകൾ എഴുതപ്പെടാറുള്ളത്. ലേക്കിൻ എങ്കിൽ പക്ഷേ ഉയിസെ ഖുതൂത്ത് ബി ഹോത്തെ ഹൈ ജിൻസെ ദുസറോ കി ഭലായി മക്സൂദ് ഹോത്തി ഹൈ, അഥവാ മറ്റുള്ള ആളുകളെ നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ടും എഴുതുന്ന കത്തുകളും വിരളമല്ല, അത്തരം കത്തുകളും ഉണ്ട് താനും. മാത്രമല്ല അച്ചേ മക്തൂബ് നിഗാരിക്ക് പഹ്ചാൻ യേ ഹെ, നല്ല എഴുത്തുകാരെ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? കെ വോ ചോട്ടി ചോട്ടി ചീസോമേ, അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ഹസൻ തലാഷ് കർ ലേത്ത ഹെ, അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നന്മകളെ കണ്ടെത്താൻ അവരെന്താകും ആഗ്രഹിക്കും, അവർ പരിശോധിക്കുമെന്നർത്ഥം. പിന്നീട് പറയുന്നു ഖുതൂത്ത് കാഗസ് കെ ടുക്കഡോ പർ ബിഗരെ ഹുയെ മഹസ് ബേജാൻ അൽഫാസ് നഹി ഹോത്തെ, കത്തുകൾ എന്ന് പറഞ്ഞാൽ കേവലം ചിതറിക്കിടക്കുന്ന പേപ്പർ, നിർജീവമായ പേപ്പറിൻ്റെ കഷ്ണങ്ങളല്ല, മറിച്ചോ ഏ ബോൽത്തെ ബി ഹൈ, ഈ കത്തുകൾ എന്താകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മക്തൂബ് നിഗാരിക്ക മുഹാത്തിബ് കോയി ഹോ, ഈ കത്തെഴുതുന്ന ആൾ ആർക്കാണോ കത്തെഴുതുന്നത്, ഓർ വോ കിസി ബി അഹദ് കാ ഇൻസാൻ ഹോ, മറ്റേതെങ്കിലും കാലഘട്ടത്തിലുള്ള മനുഷ്യ വ്യക്തികൾക്കാണോ കത്തെഴുതുന്നത്, എന്തായാലും അഗർ വോ ഇസ് ഫന്ന് മേം കാമ്യാബി ഹേ തോ, അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് ചെയ്തു, കത്തെഴുതുന്ന വിഷയത്തിൽ അദ്ദേഹം നല്ലൊരു വിജയം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്കാ ഖത്ത് ജമീൻ പർ രഹ്നെ വാലെ ഹർ അഹദ് കെ ഇൻസാൻ കെ ലിയേ ഹേ, അദ്ദേഹത്തിൻ്റെ കത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്കും വ്യക്തികൾക്കുമുള്ള കത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓർ മാത്രമല്ല ജബ് ബി കോയി ഉസ്കാ ഖത്ത് പടേങ്ക, ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കത്ത് വായിക്കുന്ന സമയത്ത് ഉസേ മഹ്സൂസ് ഹോഗ, അദ്ദേഹത്തിന് അനുഭവപ്പെടും. എന്താണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുക? എന്താണ് അനുഭവപ്പെടാൻ പോകുന്നത്? വോ ഉസി ജമീനെ മേം പहुंच गया है, അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് എന്താവും, അനുഭവപ്പെടുമെന്ന് പറയുന്നത്. പിന്നെയോ തിബ്ക അദബി മർത്തബ തോ ഹേ ഹി ഫന്ന് താരീഖ് നവീസി കെ നുക്ത നസർ സെ ഭി ഉൻകി അഹമ്മിയത്ത് ഹമേഷ ബാക്കി രഹേഗ, അദ്ദേഹം ഈ കത്തെഴുത്തുകാരൻ നല്ലൊരു സാഹിത്യകാരനാണെങ്കിൽ അദ്ദേഹത്തെ ചരിത്രത്തിലുടനീളം അദ്ദേഹത്തെ എന്ത് ചെയ്യും, സ്മരിക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്നെന്നും നിലനിൽക്കുമെന്നാണ് ഈ അവസാനമായി പറയുന്നത്.